എൻ്റെ പേര് മാത്യു, വീട്ടുപേര് പുനമടത്ത്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇരവുപേരൂർ. ജോലി ചെയ്യുന്നത് ഹെബ്രോൻപുരത്ത് ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ മാനേജരായിട്ട് കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാനിപ്പോൾ അതിൽ സേവനം ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഞാൻ തിരുവല്ല രൂപതയിലെ ഒരു വൈദികനായി 20 വർഷക്കാലം ശുശ്രൂഷയിലായിരുന്നു. എൻ്റെ തിരുമേനിയോട്, എൻ്റെ ബിഷപ്പിനോട് അരുത്, ഇല്ല, എനിക്ക് സാധ്യമല്ല എന്നൊരു വാക്ക് ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ നല്ല പ്രായത്തിൽ തിരുമേനി എന്നെ എന്നും 2 അല്ലെങ്കിൽ 3 പള്ളിയുടെ ചാർജ് ഏൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് 20 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്കിടയിൽ 17 പള്ളികളിലെ വികാരിയായിരിക്കാനുള്ളതായ അവസരം ജീവിതത്തിൽ തന്നു. ഞാൻ 1984 ഡിസംബർ മാസം 31-ാം തീയതി വൈദിക വൃത്തിയൊക്കെയും ഉപേക്ഷിച്ച് ഞാൻ പിൻവാങ്ങിയതായ ഒരു സഹോദരനാണ്. 1965 മാർച്ച് മാസം 14-ാം തീയതി ആയിരുന്നു എൻ്റെ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ചത്. ഏകദേശം ഒരു 3 മാസം കൂടെ ആയിരുന്നെങ്കിൽ 20 വർഷം തികയ്ക്കുമായിരുന്നു. ഞാൻ വൈദികനായപ്പോൾ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചതായ ഒരു കാര്യമുണ്ട്. വൈദികനാകുന്നതിൻ്റെ ഉദ്ദേശമെന്ത്? നാം ഒക്കെ അറിയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ സമ്പാദിച്ചതായ രക്ഷ, അതിനെയാണ് ഒബ്ജക്റ്റീവ് റിഡംഷൻ എന്ന് പറയുന്നത്. അത് നമുക്കാർക്കും മനുഷ്യ വ്യക്തിക്കോ സാധ്യമല്ലായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിർവഹിച്ചു. അത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത് അനുഭവമാക്കി തീർക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതായിരുന്നു വൈദികരുടേതായ ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ വൈദികനായിരുന്ന സമയത്ത് തന്നെ ഒരു പിക്ചർ സൂക്ഷിച്ചു. ഈ രക്ഷ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ രക്ഷ സബ്ജക്റ്റീവാക്കണം, വ്യക്തിപരമാക്കി തീർക്കണം. യേശുക്രിസ്തു ആ കാൽവരി ക്രൂശിൽ രക്ഷ സമ്പാദിച്ചുവെങ്കിലും ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തപ്പെടുന്നത് 1985 വർഷത്തിലാണ്. അതുകൊണ്ട് അത് വ്യക്തിപരമാക്കി തീർക്കണം. അതിനുവേണ്ടി കത്തോലിക്ക സഭയിൽ വെച്ചിരിക്കുന്നതായ നിയമങ്ങൾ: 1 മാമോദീസ, 2 കുംഭസാരം, 3 വിശുദ്ധ കുർബാന. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, വിശുദ്ധീകരണ മാർഗങ്ങളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അന്ത്യനിയോഗത്തിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും പഠിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതാണ്. കർത്താവ് പഠിപ്പിച്ചത് മാത്രം പഠിപ്പിച്ചാൽ മതി. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് മാത്രം പഠിപ്പിച്ചാൽ മതി. അവർ പഠിപ്പിക്കാത്തതായി ഒരു കാര്യവും നമ്മളും ചെയ്യേണ്ടതില്ല. കത്തോലിക്ക സഭയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്: മാർപ്പാപ്പയേക്കാൾ വലിയ കത്തോലിക്കനാകണ്ടാണ്. കർത്താവ് പറഞ്ഞതിനേക്കാൾ വലിയവനാകേണ്ട കാര്യം നമുക്കൊന്നുമില്ല. കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതി. അപ്പോൾ പഠിച്ചു. നിങ്ങളൊക്കെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, കത്തോലിക്കർക്ക് വേദപുസ്തകമില്ലെന്ന്. ഞാനതിനെ നിരാകരിക്കുന്ന മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, വൈദികനായിട്ട് എല്ലാ ഭവനങ്ങളിലും ഞാൻ വേദപുസ്തകം എത്തിക്കുക എന്നുള്ള ശുശ്രൂഷയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പറയട്ടെ, അതിന് ഒരു തുടം പാല് പോലും ഞാൻ വാങ്ങിച്ചു കുടിക്കാതെ 20 വർഷം ഞാൻ പ്രയത്നിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടൊന്നുമല്ല ദൈവം എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയത്. ദൈവം എന്നെ മുന്നുമേ കണ്ടത് കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ വേദപുസ്തകം വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ വായിക്കണം. സിസ്റ്റർ പറഞ്ഞ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന്. എനിക്കും മനസ്സിലാകത്തില്ല, അവർക്കും മനസ്സിലാകത്തില്ല. ഞാനും വായിക്കും, അവരെ കൊണ്ടും വായിപ്പിക്കും. സന്ധ്യയ്ക്കാണെങ്കിൽ ഒരു പാട്ട്, മനോഹരമായ ഒരു പാട്ട് പാടി, ഞങ്ങളുടെ സൂര്യാനി ക്രമത്തിലാണ് ഞങ്ങളുടെ പാട്ട് മുഴുവൻ കാണാതെ അറിയാം. അതൊക്കെ അവിടെ താത്തു വെച്ചിട്ട് ദൈവസന്നിധിയിലിരുന്ന് ഒരു പാട്ട് പാടി ദൈവത്തിൻ്റെ മഹത്തെ കണ്ടിട്ട് എൻ്റെ ഒന്നുമില്ലായ്മയെ കണ്ട് ദൈവസന്നിധി സമർപ്പിച്ച് ഞാൻ വേദപുസ്തക ഭാഗങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നത്. ഞാൻ ജനങ്ങളോട് പറയും, നിങ്ങളും വായിക്കുക, ദിവസവും 1-2 അധ്യായം വായിക്കുക. അവർ വായിച്ചു പഠിച്ചു, ഞാനും വായിച്ചു. പല സംശയങ്ങളൊക്കെ തോന്നി. നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം, ഞാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകനാണ്. ഇടിച്ചെറിയാൻ ഞാൻ കുടുംബം. ഞാൻ 1970 പാലക്കാട് കരിമ്പ എന്ന പള്ളിയിൽ ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആ മൂത്ത ജ്യേഷ്ഠന് ഇടിച്ചെറിയായും എല്ലാം കൂടെ വിശ്വാസസ്ഥാനം സ്വീകരിപ്പാനിടയായി. അന്ന് കുടുംബത്തിലെ വലിയ ആൾ ഞാനാണ്. അപ്പൻ എന്നെ വിളിച്ചു, മോനെ നമ്മുടെ മകൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഓടിവാ. ഞാൻ പെട്ടെന്ന് ഓടി വന്നു. എന്താണെന്ന് അറിയത്തില്ല, ഇതുപോലുള്ള സൗകര്യങ്ങളില്ലല്ലോ എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഓടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ പോയി.
ഞാൻ ചോദിച്ചു എവിടെ പോയി? കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞത് നമുക്ക് പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാം, ഫലം കൊണ്ടല്ലേ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. ഒരു തെറ്റായ മാർഗത്തിലേക്കല്ല പുള്ളി പോയിരിക്കുന്നത്, നമുക്കും കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചുപോയി, കരിമ്പപ്പള്ളിയിൽ കയറി, മദ്ബഹായിൽ കയറി. ഏതൊരു കൂട്ടരുടെ കൂടെ പോയാലും ഈ പെന്തക്കോസ്ത് കൂട്ടരുടെ കൂടെ പോകത്തില്ലെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മനുഷ്യനാണ്. അന്ന് ഇച്ചിരുടെ വാക്കുകൂടൊക്കെ കൂട്ടിച്ചേർത്തു, അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. സ്തോത്രം. എന്നാൽ എനിക്ക് സ്നാനപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് താമസിപ്പിച്ചു. ഞാൻ കരിമ്പയിൽ വെച്ച് മാത്രമേ സ്നാനപ്പെടുകയുള്ളൂ തീരുമാനിച്ചു. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ഒത്തിരി കുട്ടികളെ മാമോദിസ മുക്കിയിട്ടുള്ളൊരു അച്ഛനാണ്. 20 വർഷക്കാലം ശുശ്രൂഷയിൽ 17 പള്ളി വികാരിയായിരുന്നപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ എത്ര കുട്ടികളെ ഞാൻ മാമോദിസ മുക്കിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ വളർന്നു. ഞാൻ അവിടെ പോയി. അന്ന് എനിക്ക് കണ്ട് പരിചയപ്പെടുവാൻ സാധിച്ച സകല കുട്ടികളോട് ഞാൻ പറഞ്ഞു, അറിയില്ലായ്മയുടെ കാലത്ത് ഞാൻ പലതും പ്രവർത്തിച്ചു പോയി. ഇന്ന് ചിലതിനെ പറ്റിയൊക്കെ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അവർ എന്നെ കൈത പിഴുത് അടിക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ, എന്നാലും നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തുകൊള്ളൂ, കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടതായ കൽപ്പന എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജലത്തിൽ സ്നാനപ്പെടുവാനായിട്ടും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തിലിടയായി. അത് കഴിഞ്ഞു. ഞാൻ 1 വർഷം ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ്. ഞാൻ 9 വർഷം സെമിനാരിയിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. 9 വർഷം സെമിനാരിയിൽ പഠിച്ചിട്ട് 1 വർഷം ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് വലിയൊരു ചിന്ത, ആഗ്രഹമാണ്. ഞങ്ങൾ 9 വർഷം പഠിച്ചതിൽ വേദപുസ്തകം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, ഇവിടെ ഇരിക്കും. തൊടേണ്ട ആവശ്യമില്ല. എല്ലാം പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കേണ്ടതായ കാര്യങ്ങൾ. പിന്നെ അതിന് എന്തെങ്കിലും ഉപോത്ബലകമായിട്ട് ഒരു 2 വാക്യങ്ങൾ കൂടി പറഞ്ഞാൽ മതി. ഏതായാലും ബൈബിൾ ഒന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പാസ്റ്റർ അതിനുള്ള സൗകര്യം ഒരുക്കി തന്നു. അങ്ങനെയാണ് ഞാൻ ഹെബ്രോൻപുരത്ത് വരുവാനായിട്ടിടയായി തീർന്നത്. ഒരാളെൻ്റെ എനിക്കൊരു ഭവനം ഒരുക്കി തന്നു. അവിടെ വന്ന് ഞാൻ ദൈവവചനം പഠിച്ചു. അടുത്ത വർഷം 1989 ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ അവിടെ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ TS എബ്രഹാം ബൈബിൾ കോളേജിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. അത് മുതൽ ഇന്നയോളം ഞാൻ അവിടെ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, മനുഷ്യരെ വിശദീകരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് മാമോദിസയാണ്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചില്ല, ശിഷ്യന്മാർ പോയി അത് മറ്റുള്ളവരെ പഠിപ്പിച്ചില്ല. ആദിമസഭയിൽ ഒരിടത്തും അതുണ്ടായിരുന്നില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായതിൻ്റെ പേരിൽ അത് ഞാനും എങ്ങനെ അച്ഛനല്ലേ നിർത്തുന്നത് എങ്ങനെയാണ്? അയ്യോ, ചെയ്യാതിരിക്കാൻ ഒക്കുമോ? കൊണ്ടുവരുമ്പം എനിക്ക് ബോധ്യപ്പെട്ടെങ്കിലും പിന്നെയും ദൈവമേ തെറ്റാ ചെയ്യുന്നതെങ്കിലും ഞാൻ പട്ടിയുടെ വേഷം കൊട്ടിപ്പോയി കുരയ്ക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കുമ്പസാരത്തിൻ്റെ കാര്യം. കർത്താവ് ആരെയും പഠിപ്പിച്ചില്ല. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കപ്പെട്ടിരും, ക്ഷമിച്ചാൽ ക്ഷമിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുന്നുവോ ക്ഷമിക്കപ്പെട്ടിരിക്കും, ബന്ധിച്ചാൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കും എന്നും പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിലെയും 18-ാം അധ്യായം 16-ാം വാക്യത്തിലെയും ചില വാക്യങ്ങളെ ഞങ്ങളെ അതുമാത്രമൊക്കെ ഞങ്ങൾക്ക് കാണാതെ അറിയത്തുള്ളായിരുന്നു. അതിനെ ആധാരമാക്കിയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. യഥാർത്ഥമായിട്ട് മനുഷ്യൻ്റെ പാപം കുമ്പസാരത്തിൽ കൂടി ക്ഷമിക്കപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ ശിഷ്യന്മാരത് പഠിപ്പിച്ചില്ല. എന്തെങ്കിലും ഒരു സൗകര്യപ്പെടാനുള്ളതായി ഒരു മാർഗം വന്നപ്പോൾ, അയ്യോ ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, നിങ്ങൾ ദൈവത്തോടേറ്റ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ശ്രദ്ധയെ പലരും തിരിച്ചുവിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കർത്താവ് പഠിപ്പിക്കാത്തത് ഞാനിതിനാണ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ 2-3 പള്ളിയുടെ വികാരിയാന്ന്. അന്ന് ആളുകൾ കുമ്പസാരിക്കാൻ വരും. ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കുകയും പെസഹകാലങ്ങളിൽ യോഗ്യതാപൂർവ്വം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് സഭയുടെ നിയമമാണ്. അത് നിറവേറ്റുവാൻ വേണ്ടി അവർ വരും. ഞാൻ എന്നതാ പറയുന്നത്? തെറ്റാ. ആദിമസഭയിൽ അങ്ങനെ ഇല്ലായിരുന്നു. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചില്ല, ശിഷ്യന്മാരെങ്ങനെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാൽ അടുത്ത ദിവസം അടി അന്ന് തന്നെ കിട്ടും അടി. അതുകൊണ്ട് കർത്താവേ, തെറ്റാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ വേഷം കെട്ടിപ്പോയി, ഞാനിരുന്ന് കൊടുത്തേക്കാം, കർത്താവിനോട് പറയും ചെവി ചായച്ച് കേട്ടോ, ഞാൻ അവിടെ കണ്ണുമടച്ച് ഞാനിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയും കഴിഞ്ഞു കുറച്ച് നാൾ.
പിന്നെ കുർബാനയുടെ കാര്യത്തിലും ഏകദേശം ഇത് അതായത് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട്, താൻ മരിച്ചു അടക്കപ്പെടുന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, താൻ വീണ്ടും വരുമെന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ച കർത്തൃമേശയും തെറ്റായ വിധത്തിൽ പഠിപ്പിച്ചു. അപ്പോൾ കുർബാനയും ചൊല്ലുന്നതിന് ഞാൻ സ്വല്പം മടിയുള്ളു. പിന്നെ വിശുദ്ധന്മാരോടുള്ള പെരുമാറ്റമൊക്കെ ഞാൻ ഈ പെരുന്നാളൊക്കെ വരുമ്പം രൂപത്തിൻ്റെ കാലുമൊക്കെ അടിച്ച് തന്നെ ഓടിക്കും അതിന് മുമ്പേ. കാരണം ഇത് എടുത്തുകൊണ്ട് പോകേണ്ടിയല്ലേ, വരത്തില്ലേ, ഇതൊടിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇടയാകത്തില്ലല്ലോ. അങ്ങനെ ഈ വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനകളൊന്നും പണ്ടേ ഞാൻ വിശ്വസിക്കാത്തതായ ഒരു കൂട്ടത്തിലായിരുന്നു. ഏതായാലും ഇതൊക്കെയും ദൈവവചന പ്രകാരമല്ല എന്ന് ബോധ്യമായപ്പോൾ വിട്ടുപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ വിട്ടുപോകുന്നതിന് 10 വർഷം മുമ്പ് എനിക്കിതൊക്കെ ബോധ്യമായ ഒരു കാര്യമാണ്. എങ്കിലും വിട്ടുപോരുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ സഹോദരന്മാർ ഞങ്ങൾ 6 പേരുണ്ട്. ഞങ്ങൾ ചെന്ന് പറഞ്ഞു, അയ്യോ അവർ വന്ന് വീട്ടിൽ പാഴ്സനേജ് വന്ന കിടപ്പ് ഉപവാസമാണ്, അതെന്തെല്ലാം പറഞ്ഞ് അങ്ങനെ നീണ്ട 9 വർഷങ്ങൾ നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഇവിടെ 2 പേര് പറഞ്ഞ് ആത്മഹത്യയെപ്പറ്റി. ഞാനും ഓർത്തു, ഞാൻ മദ്യപാനം ഒന്നും ചെയ്യാത്ത നല്ലൊരു വൈദികനായിരുന്നു, എന്നാലും കുടിച്ചങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദിവസം ഞാൻ മദ്യപാനം ചെയ്ത് മരിക്കത്തക്കവണ്ണം ഞാൻ മദ്യപാനം ചെയ്തു. രാത്രിയിൽ എന്തോ എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടുന്ന പോലെ തോന്നിയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ വചനം എനിക്ക് ബോധ്യമാക്കി തന്നത് ഈ കഴുതിയ തെറ്റായിട്ട് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. ഇല്ല, ഇനിയൊരു ജീവിതം എനിക്ക് തന്നാൽ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അവിടുത്തെ ഹിതപ്രകാരം തന്നെ ജീവിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ചെയ്യുവാനായിട്ടും ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 10-19 വർഷമായിട്ട് ഞാൻ ബൈബിൾ കോളേജിനുള്ള ബന്ധത്തിലായിരിക്കുന്നു. പലരും ചോദിച്ചു, അതിനുള്ള ബന്ധത്തിൽ അങ്ങ് ഇരുന്നാൽ മതിയോ എന്ന്. ഞാനിങ്ങനെ ഓർക്കും, എല്ലാവരും കൂടെ കൊയ്യാൻ ചെന്നാൽ എന്നതാ കൊയ്യുന്നത്? സ്തോത്രം. കൊയ്ത്ത് വേഗം അങ്ങ് നടക്കും. കൊയ്ത്ത് ഒരു കണ്ട ഇത്രയും ഉണ്ടെങ്കിൽ ഒരു 3-4 പേരുടെ ഷൂ എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പേ കൊയ്ത് തീർക്കാം. പക്ഷേ ഈ കൊയ്ത്ത് വരുന്നത് വരെ എത്ര ദിവസം എത്ര ആളുകൾ പണിയെടുത്തു എന്നുള്ളത് നാം ഒന്ന് ഓർക്കേണ്ടതാണ്. ബൈബിൾ കോളേജിൽ വരുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള സഹോദരന്മാരാണ്. പലരും വളരെ മാനസികമായി ഭാരപ്പെടുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരുമാണ് അവിടെ വരുന്നവർ. അവരൊക്കെ ഞാൻ ഇന്ന് വരെ കൈത്താങ്ങായിട്ട് കഴിഞ്ഞ 19 വർഷക്കാലം ദൈവം എന്നെ ഉപയോഗിച്ചു. ഇന്ന് ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടെയും ഒരു ശുശ്രൂഷയില്ല ഇന്ന്. പിന്നെ എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ കൂടെയുള്ള അച്ഛന്മാരാണ് ഇവിടെ ചുറ്റുപാടുമുള്ളത്. ഞാനൊരു 2-3 മാസമൊക്കെ ആകുമ്പോൾ എല്ലാ അച്ഛന്മാരെയും എൻ്റെ വീട്ടിലൊന്ന് വിളിക്കും. സന്തോഷത്തോടു കൂടി എല്ലാവരും വരും. ഞങ്ങൾ ദൈവവചനത്തെപ്പറ്റിയും ദൈവകാര്യങ്ങളെപ്പറ്റിയൊക്കെ 2-3 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറയും. അപ്പോഴേക്കും അതിന് മുമ്പ് തന്നെ എൻ്റെ വൈഫ് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കിയിരിക്കും. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും പോകും. എന്നിട്ട് ചോദിക്കും, അച്ചോ ഇനി അടുത്ത് എന്നാ വരേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ വികാരിയായിരുന്നത് ആ സ്ഥലം തന്നെയാണ് ഇരവിപേരൂർ പള്ളി. അതിൻ്റെ ഏറ്റവും അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ പോയി അന്ന് അറിവില്ലായ്മയുടെ കാലത്ത് സ്നാനപ്പെടുത്തിയ അനേക കുട്ടികളുണ്ട്. അവരൊക്കെ ഇന്ന് വളർന്ന് 10-40 വർഷം വയസ്സൊക്കെ ആയവരായി. അവരോട് ഞാൻ പറഞ്ഞു, അറിയില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയതാ കേട്ടോ.